പക്ഷേ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ കുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളെല്ലാം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഇയാൾ ഈ കുട്ടിയുടെ ചുറ്റുമുള്ള ആളുകളുമായി സംസാരിച്ചു. അവരുടെ ഫോണുകളിൽ ഇയാൾ അയച്ചിരിക്കുന്ന മെസ്സേജുകളുണ്ട്. അതുപോലെ തന്നെ ഇയാൾ വിളിച്ചിരിക്കുന്ന കോൾ ഡീറ്റെയിൽസിൻ്റെ അവരുടെ CDR എടുത്തു കഴിഞ്ഞാൽ ഇയാൾ വിളിച്ചിരിക്കുന്നത് കണക്റ്റ് ആവും. പിന്നെ ഇവർ ഒരുമിച്ച് വീടെടുത്ത് എറണാകുളത്ത് താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ വാടക ആ താമസ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും സാക്ഷിയാണ്. അതും ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള രീതി. അതെ, ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ താമസിച്ചിരിക്കുന്നത്. സോ അവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവർ നേരത്തെ താമസിച്ചിരുന്ന റൂം എടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലെ രേഖകൾ ഇതെല്ലാം തെളിവാണ്. ബാക്കിയൊക്കെ ഇത്തരം തെളിവുകൾ വളരെ സ്ട്രോങ് ആണ്. ബാക്കിയൊക്കെ ഇവർ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു. ഇവർ തമ്മിലുള്ള ബാക്കിയൊക്കെ വാദിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു, ഞങ്ങൾ തമ്മിൽ ചെറിയ അസ്വാരസ്യമുണ്ടായി. ആ സ്വാരസ്യത്തിൻ്റെ മനോവിഷമത്തിൽ പിന്നെ പെട്ടെന്നുള്ള ഒരു വിഷമത്തിൽ കുട്ടി കാട്ടിക്കൂട്ടിയതാണെന്ന് വേണമെങ്കിൽ വാദിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതല്ല. ഇവിടെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ നടത്തിയ ഹോസ്പിറ്റലിൽ ഹാജരാക്കിയ വ്യാജ വിവാഹ ക്ഷണക്കത്ത് അത് തെളിവാണ്. അത് അവരുടെ കയ്യിലുണ്ട്. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അതെടുത്തു.